ഹായ് എവരി വൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക എൻ്റെയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ മാരിയോ ആൻഡ് ആ പുള്ളിയുടെ വൈഫ് ജിജി, അവർ തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഒരു ചെറിയൊരു നോട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ലിറ്ററലി അവരായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടൊന്നുമല്ല. ഇവരുടെ ഒരു ഈ മാരിയോ എന്ന് പറയുന്ന പുള്ളിയുടെ ധ്യാനം കേൾക്കാൻ വേണ്ടി, അതായത് പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനും അമ്മയും കൂടെ പോയി. ഡിവൈനിലായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൻ ഇത്രയും വർഷത്തോളം അവർ ഭയങ്കര ഓർത്തഡോക്സാണ്. ഇങ്ങനത്തെ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ എന്താ പറയുക, ധ്യാന കേന്ദ്രങ്ങളിൽ എപ്പോഴും എന്നെ വിടും. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ധ്യാനത്തിന് പോകുന്നതും. ഞാൻ വിശ്വാസിയാണ്, ഞാൻ പള്ളിയിൽ പോവും. അതിൽ കൂടുതലൊന്നും എനിക്ക് വിശ്വാസം വേണ്ട. അപ്പോൾ അന്ന് അതായത് ഞാനൊരു 3-ോ 4-ലോ പഠിക്കുമ്പോൾ അന്ന് എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു 2.5-3 പവൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, സ്വർണ്ണമാല. അത് എൻ്റെ അപ്പൻ എന്താ പറയുക, ഈ മാരിയോ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞു, നിങ്ങൾ ദൈവത്തിലോട്ട് കൊടുക്കൂ, നിങ്ങൾക്കതിൻ്റെ 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത്. എൻ്റെ അപ്പൻ ആ വാക്കിൽ കൺവിൻസായി. ഈ പുള്ളി ഭയങ്കര കൺവിൻസിങ് സ്റ്റാറാണ്. അപ്പോൾ ആ വാക്ക് പുള്ളി കൺവിൻസായി. ആ കാശ് എൻ്റെ മാല വിറ്റ് കൊടുത്തു, എൻ്റെ കഴുത്തി കിടന്നത്. അതൊരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. അത് എന്താ പറയുക, ആരെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ 2.5 പവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാശിനായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയാ കാശുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യായിരുന്നു. നമ്മൾ എപ്പോൾ ആർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുക, അല്ലാതെ ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിലോ ഒന്നിലും കൊണ്ട് കൊടുക്കാതിരിക്കുക. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നത്. അത് മാത്രമല്ല, എൻ്റെ അപ്പന് ഇതുവരെ 100 ഇരട്ടിയായിട്ട് ആ വിറ്റതിൽ 1 രൂപ പോലും തിരിച്ച് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞങ്ങൾ കുറേ പേരുടെ അടുത്ത് കാശിന് തന്നെ ആവശ്യത്തിന് വേണ്ടി കെഞ്ചിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരാൾ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അന്ന് ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് പണയം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അത് ഉപകാരപ്പെട്ടേനെ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കുക. എന്താ പറയുക, എൻ്റെ ക്രിസ്ത്യാനികളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരോട് പറയാണ്, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സ്വന്തം ഇടവകയിൽ പോയി പ്രാർത്ഥിക്കുക. അല്ലാതെ വേറെ ഏത് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അത് വിചാരിച്ച് ഈ മനുഷ്യൻ ദൈവമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്താ പറയുക, ഇവർക്ക് ഒരിക്കലും പൈസ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട്, എന്തോരം പേരുണ്ട് നമ്മുടെ നാട്ടിൽ, അവർക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാം നിങ്ങൾ അതിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം, ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഹാവ് എ ഗുഡ് വൺ.